റഷ്യയിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം, ദൈവത്തെ അറിയുന്ന കുടുംബം, പ്രാർത്ഥനയും ദൈവഭയമുള്ള ഒരു കുടുംബം. അവർക്ക് ചെറുപ്പക്കാരനായ ഒരു മകൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആർമിയിൽ ചേരുക എന്നുള്ളത്, ആർമിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാവുക. ആ മാതാപിതാക്കൾക്കും അത് വളരെ ഇഷ്ടമായിരുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയവും ഇത് തന്നെയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ചെറുപ്പക്കാരന് ഒരു അപകടം സംഭവിച്ചു. അവൻ്റെ കൈക്കും കാലിനും സാരമായ രീതിയിൽ പരിക്കുകൾ പറ്റി. ആ സമയത്ത് തന്നെയാണ് ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടന്നത്. അവൻ്റെ കൂട്ടുകാർ അനേകർ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതറിഞ്ഞ ചെറുപ്പക്കാരനും അവൻ്റെ കുടുംബവും വളരെയേറെ ദുഃഖിച്ചു. അവർ ദൈവത്തെ കുറ്റം പറഞ്ഞു, ദൈവത്തിന് ഹൃദയമില്ലാത്തവൻ എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ടേയിരുന്നു. നാളുകൾ കഴിഞ്ഞു, യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അന്ന് റിക്രൂട്ട്മെന്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം യുദ്ധമുഖത്തേക്ക് പോകേണ്ടതായി വന്നു. അപ്പോഴാണ് ആ കുടുംബത്തിന്, ആ മാതാപിതാക്കൾക്ക് തങ്ങളുടെ ഏകപുത്രന് നേരിട്ട പരീക്ഷ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചത്. അതെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെയും നമ്മുടെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ കുറ്റം പറയുകയോ ശപിക്കുകയോ ചെയ്യാതെ ദൈവം കരുതുന്നവനാണെന്ന് മനസ്സിലാക്കുക. വിശക്കുന്നവന് ആഹാരമായും ദാഹിക്കുന്നവന് ജലമായും രോഗികൾക്ക് സൗഖ്യമായും കണ്ണീർ വാർക്കുന്നവർക്ക് ആശ്വാസമായും സമാധാനമില്ലാത്തവർക്ക് സമാധാനമായും ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങനെയുള്ള ദൈവത്തെ പിൻപറ്റി നാം ഏവർക്കും നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുവാൻ ഈ നോമ്പ് കാലം മുഖാന്തരമായി തീരട്ടെ.